നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. NDA സഖ്യത്തിൽ നിതീഷ് കുമാർ എത്തിച്ചേരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. നിതീഷ് കുമാറുമായി BJP നേതൃത്വം ചർച്ച നടത്തിയതായുള്ള വിവരങ്ങളുമുണ്ട്. ബീഹാറിൽ ഫെബ്രുവരി മാസം 4-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. ഈ മഹാസമ്മേളനത്തിൽ നിതീഷ് കുമാർ പങ്കാളിയാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ RJD JDU സഖ്യമാണ് ബീഹാറിൽ ഭരണം നടത്തുന്നത്. 2022 ഉണ്ടാക്കിയ കരാർ പ്രകാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മുഖ്യമന്ത്രി സ്ഥാനം RJDക്ക് നൽകേണ്ടതുണ്ട്. തേജസ്വി യാദവിന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറേണ്ടതുണ്ട്. എന്നാൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാൻ നിതീഷ് കുമാറിന് യാതൊരു താല്പര്യവുമില്ല. ഇതാണ് ഈ JDU RJD സഖ്യത്തിൽ വിള്ളലുണ്ടാവാനുള്ള പ്രധാന കാരണം. അതേസമയം RJDക്ക് 114 MLA-മാരാണ് നിലവിലുള്ളത്. 7 പേരെ കൂടെ ചേർത്താൽ തേജസ്വി യാദവിന് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാം. തന്നെ മറിച്ചിട്ടുകൊണ്ട് RJD മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള സംശയം നിതീഷ് കുമാറിനുണ്ട്. ഇതാണ് സഖ്യത്തിൽ വിള്ളലുകൾ വീഴാനുള്ള പ്രധാന കാരണമായി മാറിയത്. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, വമ്പിച്ച വിജയം BJP നേടുമെന്ന് നിതീഷ് കുമാറിന് വ്യക്തമായി അറിയാം. ഇനി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുക നരേന്ദ്രമോദിയാണെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മറ്റൊരു പേര്, മറ്റൊരു സാധ്യത പോലും ആരും തന്നെ കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇനി പ്രതിപക്ഷ നിരയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് JDU-നുണ്ടാകുന്നതും നിതീഷ് കുമാറിനുണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമികയിൽ വളരെ സ്വാധീനമുള്ള നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് ബീഹാറിന്റെ മുഖ്യമന്ത്രി NDA-യിലേക്ക് എത്തിച്ചേരാനുള്ള ചരടുവലികൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി RJD JDU സഖ്യത്തിൽ വലിയ ഭിന്നതയുണ്ട്. ബീഹാറിൽ വലിയ നേട്ടം ഉണ്ടാക്കി അധികാരത്തിലെത്തിയ നിതീഷ് കുമാറിന് വലിയ ജനകീയ പിന്തുണയുള്ള നേതാവാണ്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികയിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ ഹൈന്ദവ നേതാവ് നിതീഷ് കുമാറാണെന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ നേരത്തെ BJP-യോടൊപ്പം ചേർന്നതും പിന്നീട് RJD-യുടെയും ലാലു പ്രസാദ് യാദവിന്റെയും കൃത്യമായ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ പെട്ടുപോവുകയും BJP-യോട് വിട പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ചേരുകയും ചെയ്തു നിതീഷ് കുമാർ. നിതീഷ് കുമാർ ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. കളങ്കിതനല്ല, അഴിമതി ആരോപണങ്ങളിൽ പെട്ടിട്ടില്ല, എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ്, വളരെ കുശാഗ്ര ബുദ്ധിക്കാരനായ, രാഷ്ട്രീയ തന്ത്രം ഏറെ പരിചിതമായ ഒരു നേതാവ്. അതൊക്കെയാണ് നിതീഷ് കുമാറിനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ നേതാവായിരുന്ന ചോദ്യത്തിന് നിതീഷ് കുമാർ എന്നായിരിക്കും ഉത്തരം. എന്നാൽ ആ നിതീഷ് കുമാർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് BJP നേതൃത്വം നൽകുന്ന NDA-യുടെ മഹാവിജയമാണെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം NDA അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ നിതീഷ് കുമാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ NDA-യുടെ വിജയം പൂർണ്ണമായി ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് പ്രതിപക്ഷ നിലയിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ JDU അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ NDA സഖ്യത്തിലേക്ക് എത്താനുള്ള വലിയ പരിശ്രമം നടത്തുന്നത്. 2024 ജനുവരി 22 നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ്, ആ പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ച പോലെ ഇതൊരു യുഗാരംഭമാണ്. വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിലും സാംസ്കാരികപരമായും ഭാരതത്തിന് വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ മുന്നേറ്റം ഇന്ത്യ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമികയിൽ BJP-ക്കും നരേന്ദ്രമോദിക്കുമുള്ള പിന്തുണ 10 മടങ്ങ് വർദ്ധിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് BJP നേടുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറുഭാഗത്ത് പ്രതിപക്ഷ നിരയാകട്ടെ 30-35 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള ഒരു മഹാസഖ്യം ഉണ്ടാക്കിയെങ്കിലും ആ സഖ്യത്തിൽ തുടക്കത്തിലെ കല്ലുകടി പ്രകടമായിരുന്നു. ഇപ്പോഴിതാ കല്ലുകടി മറനീക്കി പുറത്തു വന്ന് പല രാഷ്ട്രീയ മുന്നണികളും സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു.
പഞ്ചാബിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സഖ്യത്തിലാണെങ്കിൽ പോലും സഖ്യത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ നേതൃത്വത്തെ പലരും അംഗീകരിക്കുന്നില്ല. ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവരിൽ ആരും തന്നെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളല്ല. എല്ലാവർക്കും പ്രധാനമന്ത്രി കസേരയിലാണ് നോട്ടം. അതുകൊണ്ട് തന്നെ അവരവരുടെ പാർട്ടികളുടെ ശക്തി പരമാവധി കാണിക്കുക. അതുകൊണ്ടാണ് മമതാ ബാനർജി പറഞ്ഞത്, ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അവിടെ ഏതെങ്കിലും സീറ്റിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ശക്തി കോൺഗ്രസിനുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാം. മറിച്ച് രാജ്യത്തെ മറ്റ് ഇടങ്ങളിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്ന ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കേണ്ടത്. അല്ലാതെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സീറ്റുകൾ കവർന്നെടുക്കുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന ഏറ്റവും നിർണായകമായ ഒരു നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചത്. ഇതേ നിലപാട് തന്നെയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും സ്വീകരിച്ചത്. കാരണം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാം, വേണമെങ്കിൽ ഡൽഹിയിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം, എന്നാൽ പഞ്ചാബിൽ ഒരു നീക്കുപോക്കിനും സാധ്യതയില്ല എന്ന് AAP വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലുള്ള പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയോ പ്രധാനമന്ത്രിയാകാനുള്ള ഒരു ശക്തിയോ ഇല്ല എന്നുള്ളത് ഈ പാർട്ടികളൊക്കെ തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഇനി എന്തായാലും അടുത്ത 5 വർഷം കൂടി BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭരണമാണെന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തിനാണ് അധികാരത്തിൽ നിന്ന് നീണ്ടകാലം മാറി നിൽക്കുന്നത്? ഇനി എങ്ങനെയെങ്കിലും BJPയോടോ NDAയോടോ ഒട്ടിച്ചേർന്നുകൊണ്ട് അധികാര കസേരയിലേക്ക് തിരിച്ചെത്താമെന്നുള്ളതാണ് നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മറുകൊണ്ടം ചാടാനുള്ള സാധ്യത എത്തിയിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാർ അടുത്ത ദിവസം തന്നെ മന്ത്രിസഭ പിരിച്ചുവിടുകയും വീണ്ടും NDAയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഫെബ്രുവരി 4-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ നിതീഷ് കുമാർ പങ്കെടുക്കും. എല്ലാ MLAമാരോടും JDU MLAമാരോടും തലസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നിതീഷ് കുമാറിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ഒരാൾ പോലും കൂറുമാറാതിരിക്കാനുള്ള കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് JDU നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും JDUയും BJPയോടൊപ്പം ചേരുന്നു, അല്ലെങ്കിൽ NDAയോടൊപ്പം ചേരുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.